പൊന്നനും ഞങ്ങളെല്ലാവരും കൂടെ പോകുന്ന ചെറിയൊരു ട്രെയിൻ യാത്രയാണ് നിങ്ങളെന്നീ കാണുന്നത്. മാവേലിക്കരയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ളൊരു ചെറിയൊരു യാത്ര. പൊന്നന് അറിവായതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ അവനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു ബഹളമോ വഴക്കോ ഒന്നും പൊന്നനുണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെയും അജിയമ്മയുടെ കൂടെയും കുറേ നേരം ട്രെയിനിലിരുന്ന് കളിച്ചു. വലിയ റഷൊന്നും ഇല്ലായിരുന്നു ട്രെയിനിൽ. പിന്നെ ഞാൻ കഴിക്കാൻ ഇവിടുന്ന് രാവിലെ കുഞ്ഞിന് പൂരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ട്രെയിനിലെ ഫുഡ് നമുക്ക് എത്രത്തോളം അവൻ ഓക്കെ ആവാൻ നമുക്കറിയില്ലായിരുന്നു. ഞാൻ പൂരിയും വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പൂരിയൊക്കെ കഴിച്ചു. വലിയ ബഹളങ്ങളൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഏറ്റവും വലിയ പേടി അതായിരുന്നു, കുഞ്ഞ് എൻജോയ് ചെയ്യുമെന്ന്. നന്നായിട്ട് എൻജോയ് ചെയ്താണ് കുഞ്ഞ് ഇവിടുന്ന് പോയത്. പൊന്നന് ട്രെയിനിൽ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശുശു വെക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ട്രെയിനിൽ അവൻ അനുഭവിച്ചത്. ട്രെയിനിൽ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഞാൻ പിണങ്ങിയെന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പം എന്നെ സോപ്പിടാൻ വേണ്ടി എനിക്ക് ഉമ്മ തരുന്ന വീഡിയോയാണ്. അത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുമ്പോൾ വഴക്ക് പറഞ്ഞാൽ നമ്മുടെ പിണക്കം മാറ്റാൻ വേണ്ടി അവൻ നമുക്ക് ഉമ്മ തരുകയും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ചിരിച്ചാൽ മതി. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആയി. ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ചെറിയൊരു വടയും കഴിച്ചിരിക്കുമായിരുന്നു. ആൾ ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇരിങ്ങാലക്കുട കഴിഞ്ഞപ്പോൾ ഏതൊരു സ്റ്റോപ്പ് ചെയ്തപ്പോൾ ട്രെയിൻ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് അതുവരെ ആൾ ഓക്കെ ആയിരുന്നു. അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ.